ഹലോ നമസ്കാരം. യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലാൻഡിനൊക്കെ പിള്ളേരെ പഠിപ്പിക്കാനും അതുപോലെ തന്നെ വർക്ക് ഹോളിഡേ വിസയ്ക്കും മറ്റ് വിസകൾക്കൊക്കെ വിടുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ വിടാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ഈ വീഡിയോ മൊത്തം കേട്ടിരിക്കണം. നിങ്ങൾക്കിത് ആവശ്യം വരും. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചിട്ട് പറയുവാണ്, അദ്ദേഹം ഒരു ട്രക്ക് ഡ്രൈവറാണ്, അദ്ദേഹത്തിനൊന്ന് മസാജ് ചെയ്യണം. കാരണം പുള്ളിയുടെ കാലിനൊക്കെ ഭയങ്കര വേദനയാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളി നേരെ ഒരു ഇന്ത്യൻ ട്രഡീഷണൽ, സാധാരണ എന്ന് വെച്ചാൽ ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പാരമ്പര്യമായിട്ടൊക്കെ ചെയ്യുന്ന തിരുമ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്ന ഒരു മസാജ് സെൻറ്ററിൻ്റെ പേരൊക്കെ പുള്ളിക്കാരിങ്ങനെ നോക്കി ഗൂഗിളൊക്കെ നോക്കിയ ശേഷം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ എന്നെ വിളിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഒരു 3-4 നല്ല ചെറുപ്പക്കാർ പെൺപിള്ളേർ, 17 വയസ്സും 18 വയസ്സും ഒരു 22 വയസ്സ് താഴെയുള്ള 3-4 പേര് ഇരിക്കുക. അപ്പോൾ അവരോട് ചോദിച്ചു, ആരാണ് മസാജ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ പുള്ളിക്കാരൻ കുറച്ച് പ്രായമുള്ള മനുഷ്യനാണ്. പുള്ളിക്കാരൻ കുറച്ച് പെൺപിള്ളേരൊക്കെ വീട്ടിലുള്ള പെങ്കൊച്ചൊക്കെ ഉള്ളതാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ പേർക്ക് അതിനകത്ത് ഒരു ചെറിയ കൊച്ചുണ്ടാണ്. ആ കൊച്ചിനോട് പറഞ്ഞു, ഈ കൊച്ച് മസാജ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വേറെ ഒന്നുമായിട്ടല്ല, ആ കൊച്ചിൻ്റെ പ്രായമുള്ള കൊച്ച് പുള്ളിക്കാരൻ്റെ വീട്ടിലുണ്ട്. നമ്മൾ വിചാരിച്ച് മസാജ് ചെയ്തോട്ട് ഞാൻ അകത്ത് കയറി കഴിഞ്ഞപ്പം ഈ കൊച്ചു ചോദിക്കുക, എന്നാ മസാജ് ചെയ്യണം. അപ്പോൾ ഈ പുള്ളിക്കാരനൊരു സംശയം, ഈ പുള്ളിക്കാരിക്ക് വല്ലതും അറിയാത്തില്ലാതെ ഈ തിരുമ്മി കഴിഞ്ഞാൽ വല്ല തളർന്നു പോകുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, കാലിന് വേദനയും മുട്ടുവേദനയൊക്കെ പ്രശ്നം ഉണ്ടാകും. പുള്ളി പറഞ്ഞു, വല്ല അറിയാമോന്ന് ചോദിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞു, ഇവിടെ വന്നപ്പോൾ ബോസ് എന്നെ പഠിപ്പിച്ചതാന്ന് പറഞ്ഞു. ബോസ് പഠിപ്പിച്ചാണ് കുഴപ്പമില്ല. ശരി. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ അപ്പോൾ ഈ പുള്ളിക്കാരി ചോദിക്കുക, എന്നൊക്കെ ചെയ്യേണ്ടതെന്ന്. നമ്മൾ കാലിന് വേദനയായിട്ട് വന്ന കാല തിരുമണ്ടേന്ന് പറഞ്ഞു. അപ്പോൾ പറയുക, കാല് മാത്രം മതിയോ, ഇത് ചെയ്യണ്ടേ അത് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കും. എന്നൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം ചെയ്യാൻ തയ്യാറാണ്, ഏത് രീതി. അപ്പോൾ പുള്ളിക്കാരി അവർക്ക് പറഞ്ഞു, എനിക്കൊന്നും ചെയ്യൊന്നും വേണ്ട, തിരുമണ്ട. അപ്പോൾ ഈ പുള്ളിക്കാരിയോട് സംസാരിച്ചപ്പം പുള്ളിക്കാരി പറയുക, ബോസ് ഒരു ദിവസം $600 നോക്കും, മൊത്തം ഒരു $600 നോക്കും ഒരു ദിവസം. ഇവിടെ ആകുമ്പോൾ പണിയൊക്കെ കുറവാണല്ലോ, വലിയ അധ്വാനമില്ല, $600 ഒരു ദിവസം കിട്ടും. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ച പുള്ളിക്കാരി, നിങ്ങൾ ഹാപ്പിയാണെന്നൊക്കെ ചോദിച്ചപ്പം ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞു. ഇവിടെ കുഴപ്പമൊന്നുമില്ല, നല്ലതാണെന്നൊക്കെ പറഞ്ഞു. ഫുഡ് മേടിച്ച് കൊടുക്കും, $600 കിട്ടും. അങ്ങനെ അടിപൊളി സ്ഥലം, മനസ്സിലായോ? അപ്പോൾ ഈസി ആയിട്ട് ജോലി ആട്ടോ, വലിയ അധ്വാനം ഇല്ല കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്ത് അങ്ങ് ആസ്വദിപ്പിച്ച് അങ്ങ് വിട്ടാൽ മതി. ഞാൻ പറഞ്ഞു വരുന്നത്, പലപ്പോഴും എന്നെ പല ആളുകളും വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, ഓസ്ട്രേലിയയ്ക്കും ഒരു വർക്ക് ഹോളിഡേ വിസയുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചി എന്നെ വിളിച്ചിട്ട് ചോദിക്കുക, എൻ്റെ കൊച്ച് നേഴ്സാണ്, 23 വയസ്സേ ഉള്ളൂ, IELTS OET അങ്ങനെ പാസ്സായി കഴിഞ്ഞു, ഇനിയിപ്പോൾ എംഗ്ലക്സോ അങ്ങനത്തെ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഓസ്ട്രേലിയക്ക് വരാം, പക്ഷേ പുള്ളിക്കാരിക്ക് ഒരു വർക്ക് ഹോളിഡേ വിസയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ കിട്ടി, എന്നാൽ ഇങ്ങോട്ട് വന്നാൽ എങ്ങനെയുണ്ട് കൊച്ചെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നി ചോദിച്ചു വിടരുതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി അത്ര വിശ്വാസമൊന്നും വന്നില്ല കേട്ടോ. കാരണം നമ്മളെപ്പോലെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ബ്ലോഗർ പറഞ്ഞാൽ എന്നാ വിശ്വസിക്കാനാണ്. ആ ചേച്ചി വിട്ടോന്ന് എനിക്കറിയില്ല. വിട്ട് കഴിഞ്ഞ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജോലി കിട്ടി കാണുമായിരിക്കും, വിട്ടെങ്കിൽ. അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ ജോലി കിട്ടാൻ എളുപ്പം. കാരണം വലിയ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, പിന്നെ ഒത്തിരി അധ്വാനമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാതാപിതാക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ പിള്ളേരെ വിദേശത്ത് നിങ്ങൾക്ക് പൈസ അയക്കുമ്പോൾ ഇത് എവിടുന്നാണ് പൈസ അയക്കുന്നത്, എന്ത് ജോലി ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഇതൊക്കെ ഇവിടെയൊക്കെ ഇത് ലീഗലാണ്. നമ്മൾ ഈ മസാജ് സെൻ്ററുകൾ നടത്താൻ ഇതൊക്കെ ഗവൺമെൻറ് പെർമിറ്റഡാണ്. പിന്നെ ഇല്ലീഗലായിട്ട് ചെയ്യുന്നവരുണ്ടാവും കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിദേശത്തേക്ക് വിടുമ്പോൾ ക്വാളിഫൈഡ് ആയിട്ട് പഠിച്ച പെമ്മക്കളെ നിങ്ങൾ ചുമ്മാ അതും വിസയം പറഞ്ഞ് വിടാതിരിക്കുക. വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ അബദ്ധം പറ്റും. പിന്നെ ഈ നേഴ്സിംഗ് ഒക്കെ ഉണ്ടല്ലോ, നാട്ടിൽ പഠിച്ചാലും ഇവിടെ പഠിച്ചാലും ഒരേപോലെ തന്നെയാണ്. അല്ലാതെ എഞ്ചിനീയറിംഗ് വലിയ കോഴ്സുകളൊന്നും അല്ലല്ലോ, ഡോക്ടർ ആകാൻ വേണ്ടി പഠിക്കാൻ വരുന്നൊന്നും അല്ലല്ലോ. അപ്പം നേഴ്സ് ആകാൻ വേണ്ടി നാട്ടിൽ പഠിച്ചാലും പഠിച്ചു കഴിഞ്ഞ് എക്സാം എഴുതി നിങ്ങൾക്ക് വിദേശ രാജ്യത്ത് പോകാം. അതുകൊണ്ട് നിങ്ങളുടെ പിള്ളേരോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ, പണത്തോട് മാത്രം സ്നേഹമെങ്കിൽ അങ്ങനെ ചെയ്യുക. നിങ്ങളുടെ പിള്ളേരോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. എനിക്കതേ പറയാനുള്ളൂ. ഇവിടെ വരുന്ന പല പിള്ളേരും ജോലി ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ. അപ്പം നമ്മുടെ പിള്ളേർക്ക് അങ്ങനെ പറ്റാതിരിക്കട്ടെ.